ഇടുക്കിയിൽ ജീപ്പ് സവാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിരോധനം. ജീപ്പ് സവാരികൾക്ക് പുറമെ ഓഫ് റോഡ് സവാരിക്ക് ഉൾപ്പെടെയാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ ചേരുന്നുണ്ട്. ആൽവിൻ, തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണോ ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? എന്തൊക്കെ വിശദാംശങ്ങളാണ് അധികൃതർ നൽകുന്നത്? അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിലും മൂന്നാർ പോതമേട്ടിലൊരു അപകടമുണ്ടായിരുന്നു. അവിടെ ഒരു മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇത് അനധികൃതമായി നടത്തുന്ന ജീപ്പ് സവാരി എന്ന നിലയിലാണ് അന്ന് പിന്നീട് ആ പരിശോധനയിൽ തെളിഞ്ഞത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജീപ്പ് സവാരികൾക്ക് ഇടുക്കി ജില്ലയിൽ ഒരു നിരോധനം ഇടുക്കിയുടെ ജില്ലാ കളക്ടറും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലും ഇപ്പോൾ അത്തരമൊരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഓഫ് റോഡ് സവാരികൾക്കും ഉൾപ്പെടെയാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് വ്യക്തികൾ നടത്തുന്നതായാലും സ്ഥാപനങ്ങൾ നടത്തുന്നതായാലുമുള്ള അവയ്ക്ക് ബാധകമാണ് എന്നുള്ളതാണ് ഇന്നലത്തെ ഡേറ്റിലുള്ള ഉത്തരവിൽ ഉള്ളത്. മതിയായ രേഖകളും സുരക്ഷാ സംവിധാനങ്ങളും ഉടൻ ഹാജരാക്കിയ ശേഷം മാത്രമേ അത്തരം ജീപ്പ് സവാരികൾ അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നത്. പോലീസും പഞ്ചായത്തിനും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിനും വനം വകുപ്പിനും ഉൾപ്പെടെയാണ് ഈ ഉത്തരവിന്റെ കോപ്പി നൽകിയിട്ടുള്ളത്. ഇവരെല്ലാവരും ഇത് ഉറപ്പുവരുത്തണം, ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തണം എന്നുള്ള നിലയിലാണ് ഈ ഉത്തരവുള്ളത്. തുടരെയുണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നിരോധനം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ കൊളുക്കുമലയിലേക്കുള്ള 238 ജീപ്പുകൾക്ക് കഴിഞ്ഞ ദിവസമാണ് ഫിറ്റ്നസ് നടത്തി നൽകിയിരുന്നത് മോട്ടോർ വാഹന വകുപ്പ്. ഇവയ്ക്ക് ഈ നിരോധനം ബാധകമല്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതാണ്ട് 238 ജീപ്പുകൾ കൊളുക്കുമലയിലേക്ക് യാത്ര നടത്തുന്നുണ്ട്. മൂന്നാറിന്റെ പരിസരത്ത് നിന്നാണ് യാത്ര പോകുന്നത്. ഇവർക്കുള്ള ഫിറ്റ്നസ് കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഇവർക്ക് ഫിറ്റ്നസ് നടത്തുന്നതിന് വേണ്ട നടപടികൾ എല്ലാ തവണയും നടക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ഈ നിരോധനത്തിൽ ഒരു പക്ഷേ ഇളവുണ്ടാകേണ്ട സാധ്യതയുണ്ട്. പക്ഷേ ജില്ലയുടെ മറ്റ് മലയോര മേഖലകളിൽ നടത്തുന്ന എല്ലാ ഓഫ് റോഡ് സവാരികൾക്കും അതോടൊപ്പം തന്നെ ജീപ്പ് സവാരികൾക്കുമാണ് ഈ നിയന്ത്രണമുള്ളത്. ഇതിൽ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ തുടർന്നും ജീപ്പ് സവാരി അനുവദിക്കൂ എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഇടുക്കിയിൽ ജീപ്പ് സവാരിക്ക് ഒരുങ്ങുന്നവർ ഈ വാർത്ത ശ്രദ്ധിക്കുക. ജീപ്പ് സവാരികൾക്ക് പുറമെ ഓഫ് റോഡ് സവാരികൾക്ക് ഉൾപ്പെടെയാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളുടെ മേലാണ് ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.